ഡോക്ടർ അനിൽകുമാർ, നരേന്ദ്രമോദിയുടെ വാക്കുകൾ, ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ വാക്കുകൾ, ഏറ്റവും ഒടുവിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുക. ഭീകരത അവസാനിപ്പിക്കണം പാകിസ്ഥാൻ, എങ്കിൽ മാത്രമേ ഒരു ഡിസ്കഷൻ ടേബിളിൽ ഭാരതം ഇരിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? നമ്മൾ ഇതിനോടകം തന്നെ ഈ വിഷയം ഇവിടെ തന്നെ നമ്മൾ ചർച്ച തുടങ്ങി വെച്ചതാണ്. കാരണം എല്ലാ പ്രാവശ്യവും ഇന്ത്യ നൽകുന്ന തിരിച്ചടിയേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു ഇത്തവണ. കാരണം ഇതിന് ശേഷം നമ്മളൊരു നയരൂപീകരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ പല അർത്ഥത്തിൽ മോദി ഡോക്ടർ എന്ന പേരിലൊക്കെ ചർച്ചകൾ ആയി വരുന്നുണ്ട്. ആ കാര്യത്തിൽ അതിലെന്താണ് ഈ പുതിയ, അത് മോഡി തന്നെ പറഞ്ഞു, ഇപ്പോൾ നമ്മളൊരു ന്യൂ നോർമലാണ് തുടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ന്യൂ നോർമൽ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂറാണോ ന്യൂ നോർമൽ എന്ന് പറയുന്നത്? അല്ല, അതൊരു ഒരു ഐഡിയോളജിക്കലാണ്, ഒരു ഫിലോസഫിക്കലാണ്. അത് പലപ്പോഴും ഇന്ത്യൻ വിദേശ തന്ത്രത്തിൽ ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവോ അല്ലെങ്കിൽ പിന്നീട് നരസിംഹറാവുവോ അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന ചില ആളുകൾ നൽകിയ ഒരു കാഴ്ചപ്പാടുകളാണ് ഇങ്ങനെ തന്ത്രങ്ങളായി പുറത്തു വരുന്നത്. അങ്ങനെയുള്ളൊരു ഫിലോസഫിക്കൽ എഡ്ജാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുള്ളത്. അതിൽ 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ന്യൂ നോർമലിൽ. ഒന്ന്, ഭീകരവാദികൾ നമ്മൾ തിരിച്ചടിച്ചാൽ, നേരത്തെ നമ്മൾ അതിർത്തിയിൽ നമുക്ക് ആക്രമണം ഉണ്ടായാലും ഒരു പ്രത്യാക്രമണം നടത്തി അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്, നമ്മൾ അവരുടെ വീട്ടിൽ കയറി തീർക്കും എന്നാണ് പറഞ്ഞത്. അതായത് അടിക്ക് തിരിച്ചടി മാത്രമല്ല, അത് ഭീകരവാദികൾ ആക്രമിക്കുന്നതായിട്ട് മാത്രമല്ല കണക്കാക്കുക, അവർക്ക് ചെല്ലും ചെലവും സൗകര്യങ്ങളും കൊടുത്ത് ഭാരതത്തിൻ്റെ എതിരെ പ്രവർത്തിക്കുവാൻ പാകിസ്ഥാൻ്റെ മണ്ണ് ഉപയോഗിച്ചാൽ പാകിസ്ഥാനിൽ കയറി തീർക്കും, പാകിസ്ഥാനെയും തീർക്കും എന്നുള്ള സൂചനയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതായത് അടിക്ക് തിരിച്ചടി കൃത്യമായി കിട്ടും എന്നർത്ഥം. അതാണ് ന്യൂ നോർമലിൻ്റെ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ അതിനെ ലിങ്ക് ചെയ്ത് വേണം കാണാൻ. ഇപ്പോൾ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സർവകക്ഷി സംഘത്തെ അയച്ചു, പല കോണുകളിലേക്ക് അയക്കുന്നു. 7ഓളം സംഘങ്ങളെയാണ് നമ്മൾ അയക്കുന്നത്. ഇത് ന്യൂ നോർമലിൻ്റെ ഭാഗമാണ്. അതിനകത്ത് രണ്ടാമത്തെ പോളിസിയാണ് പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്യുക, അന്തർദേശീയ രംഗത്ത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക. ഈ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 7 സംഘങ്ങളെ അയക്കുന്നത്. അത് സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ കൂടെ ഭാഗമാണ്. നമ്മൾ ഈ പറയുന്ന പണ്ടുള്ള ഈ ട്രാക്ക് ടു ഡിപ്ലോമസി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനകത്ത് അക്കാഡമിഷ്യൻസ് കാണും, രാഷ്ട്രീയ പ്രവർത്തകർ കാണും, പിന്നീട് പല തിങ്ക് ടാങ്കിൻ്റെ പ്രതിനിധികളൊക്കെ കാണും. ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ല. അത് കേവലം ആയുധങ്ങളെടുത്തൊരു യുദ്ധം ചെയ്യൽ മാത്രമല്ല, നമുക്കെതിരെ സൃഷ്ടിക്കുന്ന അജണ്ടകളെ ഇല്ലാതാക്കുക, അന്തർദേശീയ രംഗത്ത് ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുക, പാകിസ്ഥാൻ നിരന്തരമായി കൊണ്ടുവരുന്ന പൊള്ളയായ പ്രചരണങ്ങളുടെ മുനയൊടിക്കുക, ഇന്ത്യക്ക് കൂടുതൽ പൊതുസമ്മതി നേടിയെടുക്കുക, ഇന്ത്യ ഒരു മേജർ പവറാണെന്ന് ലോകത്തെ സെൻസിറ്റൈസ് ചെയ്യുക. ഇങ്ങനെ ധാരാളം കർത്തവ്യങ്ങൾ ഈ കമ്മിറ്റികൾ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ ന്യൂ നോർമൽ എന്ന് പറയുന്നത്, ഐസൊലേറ്റിംഗ് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക. മൂന്നാമത്തെ ന്യൂ നോർമൽ എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ശക്തമായി, അതായത് നമുക്കുണ്ടാകുന്ന, അതായത് നിരന്തരമായി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് നടന്ന പാകിസ്ഥാൻ്റെ ഇനി അത് ചിലവ് പോകില്ല എന്നും, അതായത് ഒരിക്കലും പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിന് നമ്മൾ വിധേയമാകില്ലെന്നും, ശക്തിയായ സൈനിക ആക്രമണത്തിലൂടെ തന്നെ പ്രത്യാക്രമണത്തിലൂടെ തന്നെ നമ്മൾ മറുപടി പറയും. നമ്മളെപ്പോഴും ആക്രമണമല്ല നടത്തുക, നമ്മൾ പ്രത്യാക്രമണമേ നടത്താറുള്ളൂ, നമ്മൾ ആക്രമിക്കാറില്ല. അപ്പോൾ ആ പ്രത്യാക്രമണം നമ്മൾ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി 4-മത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കണ്ടീഷണൽ എൻഗേജ്മെൻ്റ് ആണ്. പാകിസ്ഥാനിന് പഴയതിൻ്റെ കൂട്ട് കണ്ണടച്ച് കെട്ടിപ്പിടിക്കുന്ന പരിപാടിയില്ല. നമുക്കറിയാം, നമുക്കിത് പലതവണ സംഭവിച്ചിട്ടുണ്ട്. ലാഹോറിൽ ബസ് യാത്ര നടത്തുന്ന അതേ സമയം തന്നെ നമ്മുടെ നെഞ്ചിൽ കാർഗിലിൽ കുത്തി ഇറക്കുന്ന അല്ലെങ്കിൽ വെടിയുണ്ട എതിർക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു വശത്ത് നമ്മളെ കെട്ടിപ്പിടിക്കുന്നു, മറുവശത്ത് ഭീകരവാദികളെ കയറ്റിവിടുന്നു. ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പരിപാടി ഇനി നടക്കില്ല. സിന്ധു നദിയിലെ കരാറിനെ പോലെ ഇന്ത്യ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ ഒന്നും തന്നെ പുനഃപരിശോധിക്കുന്ന പരിപാടിയില്ല എന്ന് വ്യക്തമാക്കി. അതായത് ഇന്ത്യ സാധാരണ ഒരു തീരുമാനമെടുത്ത് അല്ലെങ്കിൽ ഒരു യുദ്ധം നടത്തി ഒരുപാട് സൈനികരുടെ ജീവനും രക്തവും നഷ്ടപ്പെടുത്തി ഒരു നിശ്ചിത പ്രദേശം വരെ എത്തിയതിനു ശേഷം പതിവ് പല്ലവിയ സിംല കരാർ പോലെ അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തി തിരിച്ച് പഴയപടി പോയി നിൽക്കുന്ന പരിപാടി ഇനി ഇല്ല. എവിടെ എന്ത് കൊടുക്കുന്നു അത് വാങ്ങി വെച്ചോണം, അതിൽ നിന്ന് പിന്നോക്കം പോകുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ ഫസ്റ്റ് ഡേക്ക് ശേഷം നമ്മൾ പറഞ്ഞു, നമ്മൾ നീതീകരിക്കത്തക്കവണ്ണം നമ്മൾ റിപ്ലൈ കൊടുത്തു, ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇവിടെ ഹരി സൂചിപ്പിച്ച ഒരു കാര്യം, ഞാനതിനെ ഒരു കുറ്റമായിട്ട് പറയുകയല്ല, ഒരു കാര്യം നമ്മൾ ചില കാര്യങ്ങൾ അക്കാദമിയെ വിലയിരുത്തുമ്പോൾ അതിനെ ഷാർപ്പായിട്ട് നോക്കുക. നമ്മൾ പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം നടത്തിയപ്പോൾ എന്തുകൊണ്ട് പാകിസ്ഥാനെ അറിയിച്ചു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്,
നമ്മൾ അവരെ അറിയിച്ചു എന്ന് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി തന്നെയാണ് പറഞ്ഞത്. എന്തിനാണ് പറഞ്ഞത്? കാരണം നമ്മൾ വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ വിട്ടു നിൽക്കാം പാകിസ്ഥാന്റെ സൈന്യത്തിന്. കാരണം ഞങ്ങളിപ്പോൾ ആക്രമണം നടത്തുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഒരു സൈനിക കേന്ദ്രത്തിനെതിരെയും ഞങ്ങൾ ഉന്നം വെക്കുന്നില്ല. നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെ നശിപ്പിക്കുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ സിവിലിയൻ കേന്ദ്രങ്ങളെ നശിപ്പിക്കുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ആക്രമണം ഭീകരവാദികൾക്കെതിരെ മാത്രമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടുനിൽക്കാം ഈ ആക്രമണത്തിൽ നിന്ന്. ഇന്ത്യ അറിയിച്ചിട്ട് ആക്രമണം നടത്തുന്നുണ്ടോ എങ്കിൽ ഇന്ത്യ അവിടെ എത്ര ഫ്ലൈറ്റ് പോകുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് അവിടെ എത്ര തിരിച്ചടി കിട്ടുമെന്നോ എന്നുള്ളതല്ല. അതാണ് ഇന്ത്യയുടെ ഫിലോസഫിക്കൽ ശക്തി എന്ന് പറയുന്നത്. നമുക്ക് കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാന് കയറി ആക്രമിക്കാൻ നമുക്ക് പേടിയുണ്ടായിട്ടാണോ? അതോ അവർ ന്യൂക്ലിയർ ആയുധം വെച്ച് നമ്മളെ നശിപ്പിക്കും എന്നുള്ള പേടി കൊണ്ടാണോ? ഇതൊന്നും കൊണ്ടല്ല, അതൊരു നയമാണ്. അപ്പോൾ ആ നയം തന്നെയാണ് ഇന്ത്യ ഇവിടെയും പുലർത്തിയത്. ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നു, ഭീകരവാദികൾക്കെതിരെയാണ്, അതുകൊണ്ട് മിലിറ്ററി കരുതിയിരിക്കുക, ഞങ്ങൾ നിങ്ങളെ ഉന്നം വെക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ടാൽ തിരിച്ചടി ഉണ്ടാവും. ഇതാണ് ഇന്ത്യ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പക്ഷെ പാകിസ്ഥാൻ അത് ഒരു എൻഗേജ്മെന്റ് ആയിട്ട് എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇന്ത്യ ചെയ്യുന്നത് കണ്ടീഷണൽ എൻഗേജ്മെന്റ് ആണ്. പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്, പക്ഷെ കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ ഭീകരവാദം നിർത്തണം, നിങ്ങളുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യ ദയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ വാജ്പേയിയുടെ കാലത്തായാലും നരസിംഹറാവുവിൻ്റെ കാലത്തായാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും രാജീവ് ഗാന്ധിയുടെ കാലത്തായാലും ഇങ്ങോട്ട് വന്ന മുഴുവൻ ഭരണ സമയത്തും ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ദയയുടെ അടിസ്ഥാനത്തിൽ നിലനിന്നു പോയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ സംശയം തോന്നും. അത് മനസ്സിലാകും അധികം വൈകാതെ. കാരണം സിന്ധു നദീജല കരാർ മാത്രം എടുത്തു നോക്കിയാൽ മതി, അന്തർദേശീയ രംഗത്ത് ഇത്രയധികം ക്രെഡിബിലിറ്റിയോടുകൂടി നിലനിന്ന ഒരു കരാറും ഇല്ല. അതൊരു പക്ഷേ അന്ന് ജവഹർലാൽ നെഹ്റുവും അയ്യൂബ് ഖാനും ഒക്കെ ചേർന്നുകൊണ്ട് ഈ കരാറൊക്കെ ഒപ്പുവെക്കുന്ന സമയത്ത് ധാരാളം കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ത്യ അത് നിരന്തരമായി നമ്മൾ കാത്തു സൂക്ഷിച്ചു പോരുന്നു. നരേന്ദ്രമോദി പോലും വ്യക്തമായൊരു സൂചന നേരത്തെ കൊടുത്തിട്ടുണ്ട്. 14-ലും 18-ലും നമ്മൾ പറഞ്ഞു രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകുമെന്ന് പാകിസ്ഥാൻ കരുതേണ്ട എന്ന് പറഞ്ഞപ്പോൾ പല പത്രപ്രവർത്തകരും അല്ലാതെ വെച്ച് ഇതെന്താണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നത് എന്ന്. പക്ഷെ ഇപ്പോഴാണത് മനസ്സിലായത്. ഇപ്പം നമ്മൾ പറഞ്ഞു സിന്ധു നദിയിലെ കരാറിൽ നിന്ന് ഇനി ഒന്നാമത്തെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നമ്മളിതെല്ലാം നീതീകരിച്ചു, നമ്മൾ ഇനി ആക്രമണത്തിനില്ല, നമ്മൾ തീവ്രവാദികൾക്കെതിരെ ആക്രമിച്ചു, പക്ഷേ ഇനി അടിച്ചാൽ നമ്മൾ തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു, സിന്ധു നദിയിലെ കരാറിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നയതന്ത്ര പ്രതിനിധികളെയൊക്കെ തിരിച്ചു വിളിച്ചത് പുനഃപരിശോധിക്കുന്ന പരിപാടിയില്ല. ഈ രണ്ട് വാക്കുകളും കേട്ട ഉടനെ അതിൻ്റെ അന്ന് രാത്രി വീണ്ടും പാകിസ്ഥാൻ ആക്രമണം തുടങ്ങി. എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ കരുതിയത് പഴയതുപോലെ നമുക്കൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോയി സിന്ധു നദി കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതിനെയൊക്കെ ഒന്ന് സോപ്പിട്ട് മയപ്പെടുത്തി കൊണ്ടുവരാമെന്ന് പാകിസ്ഥാൻ കരുതിയെങ്കിൽ തെറ്റി. ഒന്നുകൂടെ ആക്രമിച്ചു നോക്കിയപ്പോൾ ശക്തമായി ഇന്ത്യ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ നട്ടലൊടിക്കുന്നതിന് വേണ്ടി ഈ ഏതാണ്ട് 9 കേന്ദ്രങ്ങളിൽ 22 മണിക്കൂർ കൊണ്ട് നടത്തിയ ആക്രമണത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളുടെ അങ്ങേയറ്റം വരെ ചെന്നടിച്ചു എന്നുള്ളതാണ്. ഇന്ത്യൻ മണ്ണിൽ എനിക്ക് തോന്നുന്നു ഈ നാവികസേന കറാച്ചിയിൽ എത്തിയതോടുകൂടിയാണ് അല്ലേ അവർ സത്യം പറയട്ടെ, അന്ന് നമുക്ക് പല മാധ്യമങ്ങളും, ഞാൻ ജനം അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും പല മാധ്യമങ്ങളും ഞാൻ കണ്ടത് നാവികസേന ശക്തമായ ആക്രമണം നടത്തി അടിച്ചു ചേർക്കുന്ന ഒരൊറ്റ മിസൈൽ പോലും നമ്മുടെ നാവികസേനയിൽ നിന്ന് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ആക്രമണം കൂടി നടത്തിയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് ഈ ഉണ്ടാകുമായിരുന്നില്ല. അത്രയേറെ കരുതലോടെയാണ് ഇന്ത്യ പോയത്. ഇന്ത്യ വളരെ നിസ്സാരമായി, നമ്മൾ പറയത്തില്ലേ ഒന്ന് കൊട്ടിയെന്ന്, അത് മാത്രമേ ചെയ്തുള്ളൂ പാകിസ്ഥാനെ. ഇന്ത്യയുടെ ആയുധത്തിൻ്റെ മുഴുവൻ ശക്തി എടുക്കുകയോ ഇന്ത്യയുടെ അപൂർവമായിട്ടുള്ള വെപ്പൺസ് സൈനിക ശേഷി ഇന്ത്യ നിശ്ചിതമായി ഒന്ന് പ്രകടമാക്കി ഒറ്റ കാര്യം മാത്രം എടുത്താൽ മതിയല്ലോ. ഇത്രയേറെ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തി ഇന്ത്യ ലോക ചരിത്രത്തിൽ വേറെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അത്ര കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ, 2-3 കാര്യങ്ങൾ അത് വെളിവാക്കി കേട്ടോ. അതിൽ വെളിവാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണെന്ന് ലോകത്തെ വെളിവാക്കി കൊടുത്തു. 2 പാകിസ്ഥാൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സൈനിക ശക്തിക്ക് എന്തുമാത്രം കുഴപ്പമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം ചൈനയിൽ നിന്ന് കിട്ടുന്ന ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് അവരിങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പാകിസ്ഥാനെ തുറന്ന് കാട്ടിക്കൊടുത്തു. ചൈനക്കാരെന്താ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ ആയുധത്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഇത് ആയുധം കിട്ടിയാൽ മാത്രം പോരാ, അത് കളിപ്പാട്ടം പോലെ ഉപയോഗിക്കുകയാണ് പാകിസ്ഥാൻ, അവർക്കത് ചൊവ്വരെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ. കാരണം ഇന്ത്യയിലേക്ക് അവരുടെ ഒരു മിസൈൽ പതിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിലുള്ളവർ പോലും അമ്പരന്ന് പോയി. കാരണം
തികച്ചും അൺപ്രൊഫഷണലായിട്ടാണ് പാകിസ്ഥാൻ ആർമി അത് കൈകാര്യം ചെയ്തത്. അപ്പം അത്ര പ്രൊഫഷണലായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സൈന്യം ഇതൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ന്യൂ നോർമൽ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ 4 ഘടകങ്ങൾ പറഞ്ഞു, ഈ 4 ഘടകങ്ങൾ അടങ്ങുന്ന ന്യൂ നോർമലിനെ, അല്ലെങ്കിൽ മോദി ഡോക്ടറിനെ നമ്മൾ കാശ്മീരിൻ്റെ കാര്യത്തിൽ വിളിക്കുന്ന പുതിയ നയത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ലോക രാഷ്ട്രീയത്തെ കാണുന്നത്. അവിടെയാണ് 7 സംഘങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിനകത്തൊരു ഈഗോ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം ശശി തരൂരിനെ ഉൾപ്പെടുത്തുമ്പോൾ രാഹുൽ ഗാന്ധിയോട് പറയാതെ ഉൾപ്പെടുത്തി എന്നൊരു ഈഗോ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ച് ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സർവകക്ഷി സംഘങ്ങളിലും ചർച്ച നടന്നിട്ടുണ്ട്. എന്തുമാത്രം കോൺഗ്രസും ഇതര പാർട്ടികളും ഇതിനകത്ത് സംഭാവന നൽകിയിട്ടുണ്ടെന്ന് അവർ പറയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയാൽ രാഹുൽ പോകുന്നു തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, ഞാൻ അത് അക്കാര്യത്തിൽ ഞാൻ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്നു. കാരണം രാജ്യത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇപ്പോൾ ഉള്ള സെലക്ഷനിൽ കോൺഗ്രസിന് പോലും ഇവരെ തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഈ പോകുന്ന ആളുകൾ മോശമെന്നൊരു അഭിപ്രായമല്ല. മറിച്ച് പലരും മറ്റൊരു കാര്യം പറയുന്നുണ്ട്. കോൺഗ്രസ് ഔദ്യോഗികമായി കൊടുത്ത പാനലിലെ ചില വ്യക്തികൾ അത്ര സുഖമുള്ള കക്ഷികളല്ല എന്നുള്ള വാർത്ത സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ പരിഗണിക്കണം. കാരണം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മളൊരു പ്രതിനിധിയെ അയക്കുമ്പോൾ, ഒരു പാർട്ടിയോട് ഒരു പ്രതിനിധിയെ തരാൻ പറഞ്ഞാൽ ആ പ്രതിനിധികളെ അയക്കുമ്പോൾ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടുന്നത്. പ്രധാനമായും ഇതിനകത്ത് BJP രാഷ്ട്രീയം കാണുക തന്നെ. ഒരു ഭരിക്കുന്ന ഒരു പാർട്ടി യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിന് ശേഷം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണില്ല എന്ന് പറയാതിരിക്കുവാൻ ഇന്ത്യയെ പോലൊരു ജനാധിപത്യത്തിൽ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് രാഷ്ട്രീയം അതിനകത്ത് ഉണ്ടാകാം. പക്ഷെ ആ അവസരങ്ങളെ എങ്ങനെ ഒരു പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ്. ഇപ്പോൾ തന്നെ നമുക്ക് എത്ര സൈനിക വിമാനങ്ങൾ നശിച്ചു എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ പാർലമെന്റിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. പാർലമെന്റിന്റെ സമ്മേളനം ഇതിനകത്ത് വിളിച്ചു കൂട്ടുമ്പോഴൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഒരെണ്ണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. പാർലമെന്റിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ ഏതെങ്കിലും ഒരു അംഗം ചോദിക്കുകയാണ്, ഇന്ത്യ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരുപക്ഷെ കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്ന് വരും. കാരണം ഇന്ത്യക്ക് ന്യൂക്ലിയറിന്റെ കാര്യത്തിൽ കൃത്യമായ ചില നയങ്ങളുണ്ട്. ആ നയങ്ങൾ എന്ന് പറയുന്നത് അന്തർദേശീയ രംഗത്ത് പൊതുവായിട്ട് എടുക്കുന്ന നിലപാടുകളാണ്. പക്ഷേ യുദ്ധ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടികൾ കൊടുക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് പാർലമെന്റിൽ ഒരുപക്ഷെ ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെല്ലാം അറിയണമെന്നുള്ള ഇവിടെ മിസ്റ്റർ ഹരി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ജനങ്ങളെല്ലാം അറിയണം. പക്ഷേ അതിനൊരു സമയമുണ്ട്. ആ സമയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ടാക്കി പ്രതിപക്ഷത്തിന് പബ്ലിഷ് ചെയ്യാമല്ലോ, പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ഉന്നയിക്കാമല്ലോ. മറിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച് സമയം ഭരിക്കുന്ന ഒരു സർക്കാരിന് കൊടുക്കണം എന്നുള്ളതാണ്. ചോദിച്ചത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അതിനുള്ള അവകാശമുണ്ട്. പ്രതിപക്ഷം ചോദിക്കുക തന്നെ വേണം. ഹരി പറഞ്ഞതുപോലെ ആ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിലകൊള്ളും. പക്ഷേ ചോദിക്കുവാനും ചെയ്യുവാനും നമ്മൾ എടുക്കുന്ന സമയമുണ്ട്. ആ സമയം സന്ദർഭോചിതമാണോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രശ്നം. ഒന്ന്, ഒരു പാർലമെന്ററി സമ്മേളനം വിളിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതല്ല. പ്രത്യേകിച്ച് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഞാൻ കരുതുന്നില്ല പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന്. കാരണം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ജിഹാദി ജനറൽ ഉണ്ടല്ലോ, ആ ജനറൽ എവിടെ നിന്ന് വിദ്യാഭ്യാസം നടത്തിയ ആളാണെന്ന് പരിശോധിച്ചു നോക്കണം. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എവിടെയാണെന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ടെക്നിക്കൽ സ്കൂളിന്റെ പ്രിൻസിപ്പലായിരുന്നു. ആ പ്രിൻസിപ്പലായിരുന്ന അതേ സമയം തന്നെ അദ്ദേഹം മറ്റൊരു മദ്രസയിലെ അധ്യാപകനാണ്. ആ മദ്രസയിലെ അധ്യാപകനാണ് അദ്ദേഹം. അവിടെ നിന്ന് ഇസ്ലാമിക വിദ്യാഭ്യാസം ഇദ്ദേഹത്തിനും കൊടുത്തേക്കുന്നത് അവിടെ നിന്നാണ്. ഈ പറയുന്ന ഈ ജനറൽ മുനീർ ഉണ്ടല്ലോ, ജനറൽ മുനീറിനും അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളത് അവിടെ നിന്ന്. റിലീജിയസ് ഫണ്ടമെന്റലിസം എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹമാണ് ഈ 5 ചിഹ്നങ്ങൾ ധരിച്ച ഏക ജനറൽ എന്നുള്ള കാര്യം മറന്നു പോരുത്. അതായത് ഇടയ്ക്ക് വെച്ച് നമ്മൾ എവിടെ മുനീർ എന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പുതിയൊരു പദവി കൊടുത്ത് നിർത്തിയിരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയായിട്ട് വീണ്ടും അതായത് ഇതൊക്കെ ഞങ്ങൾക്ക് പുല്ലാണ്, പ്രൊമോഷൻ കൊടുത്തതാണ്, ഞങ്ങളുടെ ആളിനെ ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ കരുതിയിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു വെക്കുക, യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ എല്ലാ കാലവും അത് കോൺഗ്രസ് പാർട്ടി ആയാലും ജനസംഘമായാലും BJP ആയാലും ഇതര പ്രതിപക്ഷ കക്ഷികളായാലും
എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്നിട്ടുള്ള സാഹചര്യമാണ് ഭാരതത്തിൻ്റെ ചരിത്രം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി കരുതലോടെ പ്രതിപക്ഷം ഇതിനെ ഒരുപക്ഷെ ഈ ഒരു അവസരം പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഏറ്റവും നല്ലൊരവസരമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി രാഹുൽ ഗാന്ധി ഇതിനോട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും അതുപോലെ തന്നെ അതിനെ ശക്തമായി വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോഴും ഒക്കെ ഞാൻ കരുതുന്നില്ല അതുവഴി രാഹുൽ ഗാന്ധിയുടെ വില ഇടിയുമെന്ന്. മറിച്ച് അദ്ദേഹം മെച്യൂറായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് തോന്നൂ. ഇപ്പോൾ തന്നെ അദ്ദേഹം പറയേണ്ടിയിരുന്നത് നമുക്ക് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, സന്ദർഭം ഇതല്ല, പക്ഷേ പാർലമെന്റിൽ ചില ചോദ്യങ്ങൾ കരുതിയിരിക്കുന്നുണ്ട്, അത് ഞങ്ങൾ സന്ദർഭോചിതമായ സാഹചര്യത്തിൽ ചോദിക്കും, അതിന് തീർച്ചയായിട്ടും മറുപടി ഉണ്ടാകണമെന്ന് പറയുവാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള അവസരമുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും സമയങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർന്നേനെ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കുന്ന തരത്തിൽ ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പലരും പറഞ്ഞു നരേന്ദ്രമോദി ക്യാമ്പിലേക്ക് ശശി തരൂർ പോകുന്നു. ശശി തരൂർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെ, പക്ഷേ എൻ്റെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ശശി തരൂരിൻ്റെ നിലപാട് ഗ്രാഫ് കുറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. ഒരു കാര്യം ശരിയാണ്, അദ്ദേഹം പാർട്ടി സൃഷ്ടിച്ചു കൊടുത്ത വളയത്തിനുള്ളിലൂടെ പോകണം എന്നാണ് കോൺഗ്രസ് പാർട്ടി കരുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പറയുന്നതെങ്കിൽ അതനുസരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഏത് വളയമാണ് കൊണ്ടിടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തെ നിയന്ത്രിക്കുവാൻ അദ്ദേഹത്തെ കൂടി മനസ്സിലാക്കണം. അദ്ദേഹം ലോകത്തോളം ഉയർന്നിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് പറ്റിയ ഒരു വളയമായിരുന്നു കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കേണ്ടിയിരുന്നത്. അതിന് പറ്റിയ വളയമല്ലാത്തത് കൊണ്ട് ശശി തരൂർ വളയം ചാടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അത് പാർട്ടി ഉണ്ടാക്കിയ വളയത്തിൻ്റെ കുഴപ്പമാണ് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം, ശശി തരൂർ എടുത്ത നിലപാട് എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ എന്താ, ഈ യുദ്ധസമാന സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം, അഭിപ്രായ വ്യത്യാസമുള്ള പല കാര്യങ്ങളുമുണ്ട്, പക്ഷേ യുദ്ധസമാന സാഹചര്യത്തിൽ ഞാൻ രാജ്യം ഒരു സേവനം ആവശ്യപ്പെട്ടു, ഞാനത് നിർവഹിക്കാൻ പോകുന്നു. രാഹുൽ ഗാന്ധി പറയേണ്ടിയിരുന്നത് തന്നെയാണ്, എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചെയ്യാൻ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ, ആ അഭിപ്രായത്തോട് വിയോജിക്കുന്നു, പക്ഷേ ഈ സംഘത്തെ നയിക്കുന്നതിൽ മുൻപന്തിയിൽ ഞാൻ ഉണ്ടാകും എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറയേണ്ടിയിരുന്നത്. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്, തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്.